നിലമ്പൂരിലേക്ക് വിശദമായി വരുമ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ഒരു പകലായിരുന്നു. എന്താണ് ഇന്ന് ഈ പകലിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പരിശോധിച്ചാൽ TMC സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയെന്നതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയാണ് അംഗീകരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ആകെ 19 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ അൻവറിന്റെ ഒരു പത്രിക ഉൾപ്പെടെ 7 എണ്ണം തള്ളി. ഗൂഢാലോചനയുടെ ഭാഗമായി അട്ടിമറി നടക്കും എന്ന് നേരത്തെ സംശയിച്ചിരുന്നുവെന്ന്, അതിനാലാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് നേരിട്ടെത്തിയതെന്നും PV അൻവറിന്റെ പ്രതികരണം. താൻ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയെന്നും PV അൻവർ. പത്രിക തള്ളിയില്ലെന്നോട് നിൽക്കട്ടെ. ഇറ്റ് ഈസ് അണ്ടർ പെൻഡിങ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ്റെ പത്രിക സ്വീകരിച്ചു. ഞങ്ങൾ 2 പത്രിക കൊടുക്കുന്നുണ്ട്. ഒന്ന് AITC-യുടേതാണ് പ്രിഫറൻസ് നൽകുന്നത്. 2 അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും. കാരണം AITC കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല. പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ AITC-യുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട്. അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. തള്ളി എന്നാണ് വാർത്ത. AITC കൊടുത്തത് മാറ്റിവെച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ AITC-യുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം. അൻവറുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ നൽകുന്നത് നിലമ്പൂരിൽ നിന്നും ഷബീർ ഉമറാണ്. ഷബീർ, ഇതൊരു തിരിച്ചടിയായി ഈ അൻവർ കാണുന്നുണ്ടോ? പ്രത്യേകിച്ചും TMC-യുടെ സ്ഥാനാർത്ഥിയായി TMC-യുടെ ചെടിയും പൂവും എന്ന ചിഹ്നം ലഭിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു അൻവർ ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു സ്വതന്ത്രനായി മറ്റൊരു ചിഹ്നത്തിൽ, ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം മത്സരിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചിഹ്നങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ TMC സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നതൊരു തിരിച്ചടിയായി അൻവർ കരുതുന്നുണ്ടോ? അൻവർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? സൈഫുദ്ദീൻ, ഇതൊരു തിരിച്ചടിയായി കണക്കാക്കുന്നുണ്ടോ എന്നതിൽ സംശയമാണ്. കാരണം നേരത്തെ തന്നെ PV അൻവറിന് ഇക്കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പും 2 പത്രികകൾ നൽകും. അതിലൊന്ന് TMC സ്ഥാനാർത്ഥിയായും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുമാകും പത്രിക നൽകുക എന്നറിയിച്ചിരുന്നു. അതിന് അദ്ദേഹം കാരണവും പറഞ്ഞിരുന്നു. TMC കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുന്നതിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെയാണ് അദ്ദേഹം TMC ദേശീയ നേതൃത്വം മത്സരിക്കാനുള്ള അനുമതി നൽകിയപ്പോഴും പൂവും ചെടിയും ചിഹ്നം ഒഴികെ അദ്ദേഹത്തിന് സ്വതന്ത്ര ചിഹ്നം എടുത്ത് മത്സരിക്കാനുള്ള താല്പര്യം കൂടി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി നടന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാൽ കുറെ കൂടി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നെല്ലാം PV അൻവറിന്റെ ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. ആ നിലയ്ക്ക് ഒരു നിരാശയിലേക്കൊന്നും PV അൻവർ ക്യാമ്പ് കടന്നിട്ടില്ല എന്നാണ് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ PV അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം TMC സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയാണ് തള്ളിയത്. അതിന് സാങ്കേതികമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. 1968 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ലംഘനമാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കേരളത്തിൽ TMC രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേരളത്തിൽ എന്ന് പറയുമ്പോൾ ദേശീയ പാർട്ടി പോലുമല്ല, ബംഗാളിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ഒരു തടസ്സമുണ്ടായിരുന്നത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി 3 ദിവസത്തിനകം മത്സരിക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അറിയിക്കണം. ഇക്കാര്യത്തിലും വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഒന്നിലധികം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് TMC സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ പത്രിക തള്ളിയത്. എന്തായാലും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രിക നൽകിയിരുന്നു. അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും PV അൻവർ മത്സരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഒരു മുന്നണിയുടെ കാര്യം പറഞ്ഞത്. അതായത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോട് കൂടിയായിരിക്കും താൻ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പാർട്ടിക്ക് അതീതമായി ചില വോട്ടുകൾ കൂടി ലക്ഷ്യമിടുന്നു എന്ന് കൂടി വേണം കരുതാൻ. അത് തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് നടത്തിയ റോഡ് ഷോയിലടക്കം സജീവമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയത്തിന് അതീതമായുള്ള വോട്ടുകൾ ശേഖരിക്കാനും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാൽ കഴിയുമെന്നതടക്കം കണക്ക് കൂട്ടുന്നുണ്ടാകാം. കാരണം ഈ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തനിക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന വോട്ടുകൾ കൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മെച്ചമുണ്ടാക്കാൻ കഴിയുമെന്നടക്കം PV അൻവർ കണക്ക് കൂട്ടുന്നുണ്ടാകാം. നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയും LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആളാണ് PV അൻവർ. ആ നിലയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അൻവർ ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മറ്റൊന്ന്, 19 നാമനിർദ്ദേശ പത്രികകളാണ് ആകെ ലഭിച്ചിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിലാകെ ലഭിച്ചിരുന്നതിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ അൻവറിൻ്റേതുൾപ്പെടെ 7 തള്ളി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവറിന് മാത്രമാണ് ഒരു അപര സ്ഥാനാർത്ഥി ഉള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ള അൻവർ സാദത്തിന്റെ പത്രിക അംഗീകരിച്ചിരിക്കുന്നു. 5-ാം തീയതിയാണ് ഈ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. അതോടുകൂടി കഴിയുമ്പോൾ ആരൊക്കെ മത്സരരംഗത്തുണ്ടാകുമെന്ന ചിത്രം തെളിയും. സൈഫുദ്ദീൻ.